ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. ആദ്യം ഉറക്കം ഒരു 10 മണി 11 മണിയൊക്കെ അപ്പോൾ ഉറക്കം എണീറ്റ് നോക്കിയപ്പോൾ റൂമെല്ലാം ഫുള്ള് മലങ്കോലം. പിന്നെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് അടിച്ചു വാരി തൂത്ത് തുടച്ച്. ക്ലീനിങ് വലിയ ടാസ്ക്കാണ്. ക്ലീനിങ് ചെയ്യുന്നതേ എനിക്കിഷ്ടേ അല്ല. പക്ഷെ ക്ലീൻ ചെയ്താൽ നല്ല രസമുണ്ടാവും കാണാനൊക്കെ. ഞാൻ എവിടെ പോയാലും കൂടെ ഉണ്ടാവും. ഞാനെന്നല്ല, ഈ വീട്ടിലുള്ള ആരും എവിടെ പോയാലും കൂടെ ഉണ്ടാവും നമ്മളെ പൂച്ച സാറ്. വേഗം അടിച്ചൊക്കെ വാരിയിട്ട് ഒന്ന് മാർക്കറ്റിലേക്ക് പോകണം. ഇന്നലെ മീനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാർക്കറ്റിൽ പോയി മീൻ, ബീഫ് അതൊക്കെ മേടിക്കാനായിട്ട് പോകണം. അപ്പോൾ വേഗം ജോലിയൊക്കെ ഒതുക്കിയിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ജോലിയൊക്കെ ഒതുക്കി ഞാനും ഹസ്ബൻഡും കൂടി നേരെ മാർക്കറ്റിലേക്ക് പോയി. ഫസ്റ്റ് ബീഫ് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മീൻ കണ്ടു. പിന്നെ മീൻ കണ്ടാൽ പിന്നെ നമ്മൾ വെറുതെ വിടില്ലല്ലോ. ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിൽ ചെമ്മീനും അയലയും മാത്രമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ വീട്ടിലെത്തുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. വേഗം വീട്ടിലെത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഒരു റെസിപ്പി ഉണ്ടായിരുന്നു കേട്ടോ, ബീഫിൻ്റെ. അപ്പോൾ ഞാനതാണ് ജസ്റ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനതിന് വറ്റൽമുളക്, മല്ലി, പെരുംജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറുത്ത്, പട്ട, ഗ്രാമ്പു അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് വറുത്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ നമുക്ക് ഒരു സവാള, ഒരു ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ഈ മസാല ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഞാൻ പിന്നെ കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഒക്കെ ഇട്ട് ഗരം മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ മറ്റേ മന്തി പോലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലെനിക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നില്ല, വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നമുക്കൊരു ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഒരു 3-4 വിസിൽ നമുക്കടിക്കാം. ഈ ബട്ടർ കട്ട് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടായി. എനിക്കിങ്ങനെ ഓൺ വോയിസ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഓൺ വോയിസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ടൈമിങ്ങിനായിരിക്കില്ല ചിലപ്പോൾ വോയിസൊക്കെ ഉണ്ടാവില്ല. കൈയൊക്കെ മുറിഞ്ഞ്. അപ്പോൾ ഞാൻ പോയി വെള്ളത്തിൽ കൊണ്ടുപോയി കൈയൊക്കെ കഴുകി. എന്നിട്ട് ഞാൻ കുക്കറൊക്കെ അടച്ചതായി. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അങ്ങനെ കുക്കറിലൊരു 3-4 വിസിൽ ഞാൻ അടിച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചോറ്, റൈസിനുള്ളതൊക്കെ ഞാൻ വെള്ളമൊക്കെ വെച്ച് റൈസിനുള്ളത് പെട്ടെന്ന് വേഗം റൈസ് സെറ്റാക്കി കുക്കറിൽ ഒരു 3-4 വിസിലടിച്ചിട്ടും ബീഫ് വെന്തിട്ടേയില്ല. അവസാനം പിന്നെ ഞാൻ ചോറും എല്ലാം കൂടെയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഫുഡ് കളറാണ് കേട്ടോ, മഞ്ഞൾപ്പൊടിയും റെഡ് കളറില്ലാത്തതുകൊണ്ട് ഞാൻ ലേശം മുളക് പൊടി എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഞാനത് ഒഴിച്ച് കുക്കറിൽ അടച്ച് വെച്ചിട്ട് പിന്നെയും ഒരു വിസിൽ ഞാൻ അടുപ്പിച്ചു കേട്ടോ. പിന്നെ അതിനിടയിൽ തന്നെ ഞാൻ നമ്മളെ മുട്ട പപ്സിൻ്റെ ഷീറ്റില്ലേ, അതിൽ ഞാൻ ബീഫിൻ്റെ കട്ട്ലൈറ്റ് പോലെ ഒക്കെ ആ ഒരു സ്ട്രെച്ചറിലാണ് ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതുപോലെ ഷീറ്റിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാം. എനിക്കിഷ്ടമുള്ള ഈ ഒരു ഇതിലാണ് ഞാൻ എടുത്തത്. അതിനുശേഷം പിന്നെ അപ്പോഴേക്കും ബാങ്കിയൊക്കെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ എല്ലാം ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് സെറ്റാക്കി. പിന്നെ ലേശം മോര് അങ്ങനെയൊക്കെ